ഓം ശാന്തി. പ്രഭാതമുരളി 6/9/21. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, പതിത പാവനായ ബാബയുടെ ശ്രീമത്തിലൂടെ നിങ്ങൾ പാവനമാകുന്നു. അതിനാൽ നിങ്ങൾക്ക് പാവന ലോകത്തിൻ്റെ രാജപദം ലഭിക്കുന്നു. തൻ്റേതായ മതത്തിലൂടെ പാവനമാവുന്നവർക്ക് പ്രാപ്തിയൊന്നുമില്ല. ചോദ്യം: കുട്ടികൾ സർവീസിൽ വിശേഷിച്ച് ഏത് കാര്യത്തിൻ്റെ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്? ഉത്തരം: എപ്പോൾ സർവീസിനായി പോകുന്നോ അപ്പോൾ ഒരിക്കലും നിസ്സാര കാര്യങ്ങളിൽ പരസ്പരം പിണങ്ങാതിരിക്കൂ, അതായത് കോപിക്കാതിരിക്കൂ. അഥവാ പരസ്പരം ഉപ്പുവെള്ളം ആവുകയാണ്, സംസാരിക്കാതിരിക്കുകയാണ് എങ്കിൽ ഡിസർവീസിന് നിമിത്തമാകുന്നു. പല കുട്ടികളും ബാബയോടും പിണങ്ങുന്നു, തലകീഴായ കർമ്മം ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ അങ്ങനെയുള്ള കുട്ടികളുടെ അഡോപ്ഷൻ തന്നെ റദ്ദായി പോകുന്നു. ഓം ശാന്തി. പതീത പാവനായ ബാബ പാവനമാകുന്ന കുട്ടികളെ ഇരുന്ന് മനസ്സിലാക്കിക്കുന്നു. പതീതമായ കുട്ടികൾ തന്നെയാണ് പാവനമാക്കുന്ന ബാബയെ വിളിക്കുന്നത്. ഡ്രാമയുടെ പ്ലാനും പറയുന്നു, രാവണരാജ്യം ആയത് കാരണം എല്ലാ മനുഷ്യരും പതീതമാണ്. പതീതം എന്ന് പറയുന്നത് വികാരത്തിൽ പോകുന്നവരെയാണ്. വികാരത്തിൽ പോകാത്ത ധാരാളം പേരുണ്ട്, ബ്രഹ്മചാരിയായിരിക്കുന്നു. നമ്മൾ നിർവികാരിയാണ് എന്ന് മനസ്സിലാക്കുന്നു. പാതിരിമാർ, മുല്ല, കാസി, ബൗദ്ധർ ഇവർ പവിത്രമായിരിക്കുന്നു. അവരെ പവിത്രം ആരാണാക്കിയത്? അവർ സ്വയം ആയതാണ്. ലോകത്തിൽ വളരെ പേർ ഇങ്ങനെ ധർമ്മങ്ങളിലുണ്ട്. അവർ വികാരത്തിൽ പോകുന്നില്ല. എന്നാൽ അവരെ പതീത പാവനായ ബാബ പാവനമാക്കുന്നില്ലല്ലോ. അതിനാൽ അവർക്ക് പാവന ലോകത്തിൻ്റെ അധികാരിയാകാൻ സാധിക്കില്ല. പാവന ലോകത്തിലേക്ക് പോകാൻ സാധിക്കില്ല. സന്യാസിമാരും 5 വികാരങ്ങളെ ഉപേക്ഷിക്കുന്നു. എന്നാൽ അവരെ സന്യാസം ചെയ്യിച്ചത് ആരാണ്? പതീത പാവനായ പരംപിത പരമാത്മാവല്ലല്ലോ സന്യാസം ചെയ്യിച്ചത്. പതീത പാവനായ ബാബയില്ലാതെ സഫലത ഉണ്ടാവുക സാധിക്കില്ല. പാവന ലോകത്തിലേക്കും ശാന്തിധാമത്തിലേക്കും പോകാൻ സാധിക്കില്ല. ഇവിടെയാണെങ്കിൽ ബാബ വന്ന് നിങ്ങൾക്ക് പാവനമാകുന്നതിനുള്ള ശ്രീമത് നൽകുന്നു. സത്യയുഗത്തെ പറയുന്നത് വൈസ്ലെസ് ലോകം എന്നാണ്. ഇതിലൂടെ സിദ്ധമാകുന്നത് സത്യയുഗത്തിൽ വരുന്നവർ തീർച്ചയായും പവിത്രമായിരിക്കും എന്നാണ്. സത്യയുഗത്തിലും പവിത്രമായിരുന്നു, ശാന്തിധാമത്തിലും ആത്മാക്കൾ പവിത്രമാണ്. ഈ രാവണ രാജ്യത്തിൽ തന്നെയാണ് എല്ലാവരും പതീതം. പുനർജന്മം എടുക്കുക തന്നെ വേണം. സത്യയുഗത്തിലും പുനർജന്മം എടുക്കുന്നു, എന്നാൽ വികാരത്തിലൂടെയല്ല. അത് സമ്പൂർണ്ണ നിർവികാരി ലോകം തന്നെയാണ്. ത്രേതായിൽ 2 കലകൾ കുറയുന്നുവെങ്കിലും വികാരി എന്ന് പറയില്ല. ഭഗവാൻ ശ്രീരാമനെന്നും ഭഗവതി ശ്രീ സീത എന്നും പറയുന്നല്ലോ. 16 കല, പിന്നെ 14 കല എന്ന് പറയുന്നു. ചന്ദ്രനും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിലൂടെ സിദ്ധമാകുന്നത് പതീത പാവനായ ബാബ വന്ന് പാവനം ആക്കാത്തതുവരെയും മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും ആർക്കും പോകാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് ഗൈഡ്. ഈ ലോകത്തിൽ പവിത്രമായവർ വളരെ പേരുണ്ട്. സന്യാസിമാർക്കും പവിത്രത കാരണം മാന്യതയുണ്ട്. എന്നാൽ ബാബയിലൂടെ പവിത്രമാകുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മളെ പാവനമാക്കുന്നവൻ നിരാകാരനായ പരംപിത പരമാത്മാവാണ്. അവരാണെങ്കിൽ സ്വയമേ തൻ്റെ മതത്തിലൂടെ പവിത്രമാകുന്നു. നിങ്ങൾ ബാബയിലൂടെ പവിത്രമാകുന്നു. പതീത പാവനായ ബാബയിലൂടെ തന്നെയാണ് പാവന ലോകത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നത്. ബാബു പറയുന്നു, ഹേ കുട്ടികളെ, കാമം നിങ്ങളുടെ മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടൂ. വീഴുന്നതും ഇതിലാണ്.
നമ്മൾ ദേഷ്യപ്പെട്ടു, അപ്പോൾ മുഖം കറുപ്പിച്ചു എന്ന് ഒരിക്കലും എഴുതുകയില്ല. കാമവികാരത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ മുഖം കറുപ്പിച്ചു എന്ന് വീണുപോയി എന്ന് എഴുതുന്നത്. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്, ലോകം അറിയുന്നില്ല. ഡ്രാമയനുസരിച്ച് ആർക്കാണോ ബ്രാഹ്മണനാകേണ്ടത് അവർ വന്നുകൊണ്ടിരിക്കും. മറ്റു സത്സംഗങ്ങളിൽ എയിം ഓബ്ജക്റ്റ് ഒന്നും തന്നെയില്ല. ശിവാനന്ദൻ തുടങ്ങിയവരുടെ ഫോളോവേഴ്സ് ധാരാളമുണ്ട്. എന്നാൽ അവരിലും ചിലരൊക്കെ സന്യാസം സ്വീകരിക്കുന്നുണ്ടാകും. ഗൃഹസ്ഥികൾ സ്വീകരിക്കുന്നതേയില്ല. ബാക്കി വീടും കുടുംബവും ഉപേക്ഷിക്കുന്നവർ വളരെ കുറച്ചു പേരാണ് വരുന്നത്. സന്യാസിയാകുന്നു, വീണ്ടും പുനർജന്മം എടുക്കേണ്ടി വരുന്നു. ശിവാനന്ദനെ കുറിച്ച് ഒരിക്കലും ജ്യോതിയിൽ ലയിച്ചു എന്ന് പറയില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, സർവരുടെയും സദ്ഗതി ദാതാവ് ബാബ തന്നെയാണ്. ആ ഒന്ന് ഗൈഡാണ്. ഗൈഡ് ഇല്ലാതെ ആർക്കും പോകാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മുടെ ബാബ അച്ഛനുമാണ്, നോളജ്ഫുള്ളുമാണ്, മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. മുഴുവൻ മനുഷ്യ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജ് ബീജത്തിന് തന്നെയായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക. ഫാദർ എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. കുട്ടികൾക്കറിയാം, നമ്മുടെ ഗോഡ് ഫാദർ ഒന്ന് തന്നെയാണ്. അപ്പോൾ ദയവും ആ ഫാദറിന് തന്നെയായിരിക്കുമല്ലോ എല്ലാവരുടെ മേലും ഉണ്ടാവുക. എത്ര അനേകം മനുഷ്യരുണ്ട്, എത്ര ജീവജന്തുക്കളുണ്ട്. അവിടെ മനുഷ്യർ കുറച്ചേ ഉള്ളൂ, അപ്പോൾ ജീവജന്തുക്കളും കുറവായിരിക്കും. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള ചപ്പുചവറൊന്നുമില്ല. ഇവിടെയാണെങ്കിൽ അനേകം പ്രകാരത്തിലുള്ള രോഗങ്ങളും മറ്റും വന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പിന്നെ പുതിയ ഔഷധങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് അനേകം പ്രകാരത്തിലുള്ള വൈദഗ്ധ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവയെല്ലാം മനുഷ്യൻ്റെ വൈദഗ്ധ്യമാണ്. പാരലൗകിക ബാബയുടെ വൈദഗ്ധ്യം എന്താണ്? ബാബയെക്കുറിച്ച് പറയുന്നു, ഹേ പതീത പാവന, വന്ന് നമ്മുടെ ആത്മാവിനെ പാവനമാക്കൂ. ശരീരവും പാവനം. പതീത പാവനൻ, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ എന്ന് പറയുന്നു. ഒന്നിനെ തന്നെയാണ് വിളിക്കുന്നത്. അവരവരുടെ ഭാഷയിൽ തീർച്ചയായും ഓർമ്മിക്കുന്നു. മനുഷ്യർ മരിക്കാറാവുമ്പോൾ ഭഗവാനെ ഓർമ്മിക്കുന്നു. മറ്റാരും ആശ്രയം തരില്ല എന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ ഗോഡ് ഫാദറിനെ ഓർമ്മിക്കൂ എന്ന് പറയുന്നു. ക്രിസ്ത്യൻസും ഗോഡ് ഫാദറിനെ ഓർമ്മിക്കൂ എന്ന് പറയും. ക്രൈസ്റ്റിനെ ഓർമ്മിക്കൂ എന്ന് പറയില്ല. ക്രൈസ്റ്റിനും ഉപരിയാണ് ഗോഡ് എന്നറിയുന്നുണ്ട്. എല്ലാവരുടെയും ഗോഡ് ഒന്നായിരിക്കുമല്ലോ. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, മൃത്യുലോകം എന്താണ്, അമരലോകം എന്താണ്. ലോകത്തിൽ ആരും അറിയുന്നില്ല. അവർ പറയുന്നു സ്വർഗവും നരകവുമെല്ലാം ഇവിടെ തന്നെയാണ് എന്ന്. ചിലരൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, സത്യയുഗം ഉണ്ടായിരുന്നു, ദേവതമാരുടെ രാജ്യമുണ്ടായിരുന്നു. ഇപ്പോൾ വരെയും എത്ര പുതിയ പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഒരു ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നമ്മളെ പാവനമാക്കി തിരികെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ തൻ്റെ സ്വീറ്റ് ഹോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബാബ നമ്മളെ തിരികെ കൊണ്ടുപോകുന്നതിനായി യോഗ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് സ്മൃതിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, നിങ്ങൾ ഇത്ര ജന്മങ്ങൾ എടുത്തു. ഇപ്പോൾ നമ്മൾ വന്ന് ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായിരിക്കുന്നു. പിന്നെ ബ്രാഹ്മണനിൽ നിന്നും ദേവതയാകണം, സ്വർഗത്തിലേക്ക് പോകണം. ഇപ്പോൾ സംഗമമാണ്. വിരാട് രൂപത്തിലും ബ്രാഹ്മണരുടെ കുടുമി പ്രസിദ്ധമാണ്. ഹിന്ദുക്കൾക്ക് കുടുമി അടയാളമാണ്. മനുഷ്യൻ തന്നെയാണ്. സിഖുകാരും മുസ്ലിങ്ങളും എല്ലാം രൂപം കൊണ്ട് ആരാണ് എന്ന് അറിയാൻ കഴിയാത്തവരാണ്. ബാക്കി ചൈനക്കാർ, ആഫ്രിക്കൻ, അവരെ അറിയാൻ സാധിക്കും. അവരുടെ മുഖം തന്നെ വേറെയാണ്. ക്രിസ്ത്യൻസിന് ഭാരതവുമായി കണക്ഷനുണ്ട്. അതിനാൽ ഇത് പഠിച്ചിരിക്കുന്നു. എത്ര വെറൈറ്റിയാണ് ധർമ്മങ്ങളുടേത്.
അവരുടെ ആചാര രീതികളും വസ്ത്രധാരണവും എല്ലാം വേറെയാണ്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. നമ്മൾ സത്യയുഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാ വെറൈറ്റി ധർമ്മങ്ങളും ഹാജരാണ്. ഇപ്പോൾ അന്തിമത്തിൽ മറ്റേത് ധർമ്മം സ്ഥാപിക്കാനാണ്? പുതിയ ആത്മാക്കൾ പാവനമാണ്. അതിനാൽ പുതിയ ആത്മാവ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആ ആത്മാവിൻ്റെ മഹിമ ഉണ്ടായിക്കൊണ്ടിരിക്കും. വിവേകം പറയുന്നു, ആരാണോ പിന്നീട് വരുന്നത് അവർക്ക് ആദ്യം തീർച്ചയായും സുഖം ലഭിക്കും, മഹിമയുണ്ടാകും, പിന്നെ ദുഃഖവും ഉണ്ടാകും. ഉള്ളത് ഒരു ജന്മമാണ്. നിങ്ങൾ സുഖധാമത്തിൽ വളരെയധികം കഴിയുന്നു. അവർ പിന്നെ ശാന്തിധാമത്തിൽ വളരെയധികം കഴിയുന്നു. അന്തിമം വരെയും വർധനവ് വളരെ ഉണ്ടാകുന്നു. വൃക്ഷം വലുതാണല്ലോ. ഈ സമയം മനുഷ്യരുടെ എത്ര വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഇത് നിർത്തലാക്കാനുള്ള ഉപായം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിലൂടെ ഒന്നും നടക്കില്ല. നിങ്ങൾക്കറിയാം, ഡ്രാമ പ്ലാൻ അനുസരിച്ച് വർധനവ് തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കും, പിന്നെ ശാഖകളും മറ്റും വന്നുകൊണ്ടിരിക്കും. എത്ര വെറൈറ്റിയാണ്! ഇപ്പോൾ കുട്ടികൾക്കറിയാം, നമുക്ക് മറ്റൊരു കണക്ഷനും ഇല്ല. ബാബ തന്നെയാണ് നമ്മളെ പാവനമാക്കുന്നത്. സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ സമാചാരം കേൾപ്പിക്കുന്നു. നിങ്ങളും ആ ഒന്നിനെ തന്നെയാണ് വിളിക്കുന്നത്. ഹേ പതീത പാവന, വന്ന് നമ്മളെ പാവനമാക്കൂ. അപ്പോൾ തീർച്ചയായും പതീത ലോകം വിനാശമാകും. ഇതും കണക്കാണ്. സത്യയുഗത്തിൽ കുറച്ചു മനുഷ്യരാണ് ഉണ്ടായിരിക്കുന്നത്. കലിയുഗത്തിൽ എത്ര അനേകം മനുഷ്യരുണ്ട്. കുട്ടികളായി നിങ്ങൾക്ക് അറിവും നൽകേണ്ടതുണ്ട്. ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ പഴയ ലോകത്തിൻ്റെ വിനാശം ഇപ്പോൾ നടക്കും. സ്ഥാപന ബാബ തന്നെ ചെയ്യും. ഭഗവാൻ വാച, ഞാൻ സ്ഥാപന ചെയ്യിക്കുന്നു. വിനാശം ഡ്രാമ അനുസരിച്ച് നടക്കുന്നു. ഭാരതത്തിൽ തന്നെയാണ് ചിത്രങ്ങളുമുള്ളത്. ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണർ, ബ്രഹ്മ മുഖവംശാവലികൾ നോക്കൂ, എത്രയാണുള്ളത്. അവരാണ് കുഖവംശാവലി ബ്രാഹ്മണൻ, ഗർഭത്തിലൂടെ ജനിക്കുന്നവർ. അവരാണെങ്കിൽ ബാബയെ അറിയുന്നതേയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ധൈര്യം വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ കലിയുഗം വിനാശമായി സത്യയുഗം വരേണ്ടതുണ്ട്. ഇത് രാജസ്വ അശ്വമേധ അവിനാശി രുദ്രജ്ഞാന യജ്ഞമാണ്. ഇതിൽ പഴയ ലോകത്തിൻ്റെ ആഹുതി ഉണ്ടാകണം, മറ്റേതെങ്കിലും ആഹുതിയല്ല. ബാബ പറയുന്നു, ഞാൻ മുഴുവൻ സൃഷ്ടിയിലും ഈ രാജസ്വ അശ്വമേധ യജ്ഞം രചിച്ചിരിക്കുന്നു. മുഴുവൻ ഭൂമിയിലും രചിക്കപ്പെട്ടിരിക്കുന്നു. യജ്ഞകുണ്ഡമുണ്ടല്ലോ, ഇതിൽ മുഴുവൻ ലോകവും സ്വാഹയാകും. യജ്ഞകുണ്ഡം ഉണ്ടാക്കുന്നു. ഈ മുഴുവൻ സൃഷ്ടിയും യജ്ഞകുണ്ഡം ആയിരിക്കുന്നു. ഈ യജ്ഞകുണ്ഡത്തിൽ എന്ത് നടക്കും? എല്ലാം ഇതിൽ ഇല്ലാതായി പോകും. ഈ കുണ്ഡം പവിത്രവും പുതിയതുമാകും. ഇതിൽ പിന്നെ ദേവതമാർ വരും. സമുദ്രം 4 ഭാഗത്തുമുണ്ട്. മുഴുവൻ ലോകവും പുതിയതാകും. ഇളകിമറിച്ചിൽ വളരെയധികം ഉണ്ടാകും. ആരുടേതുമല്ലാത്ത ഒരു സ്ഥലവുമില്ല. എല്ലാവരും പറയുന്നു, ഇതെൻ്റേതാണ്. ഇപ്പോൾ എൻ്റേത് എൻ്റേത് എന്ന് പറയുന്ന മനുഷ്യർ എല്ലാം ഇല്ലാതാകും. ബാക്കി ഞാൻ ആരെയാണോ പവിത്രമാക്കുന്നത് ആ കുറച്ചുപേർ തന്നെയാണ് മുഴുവൻ ലോകത്തിലും ഉണ്ടായിരിക്കുക. ആദ്യം ആദി സനാതന ദേവി ദേവതാ ധർമ്മം ഉണ്ടാകും. യമുന നദിയുടെ തീരത്ത് അവരുടെ രാജ്യമുണ്ടാകും. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബുദ്ധിയിൽ ഇരിക്കേണ്ടതാണ്. സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. മനുഷ്യർ ഇരുന്ന് പരസ്പരം കഥ കേൾപ്പിക്കാറുണ്ടല്ലോ. ഇതും സത്യനാരായണൻ്റെ കഥയാണ്. ഇതാണ് പരിധിയില്ലാത്തത്. നിങ്ങളുടെ ബുദ്ധിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളുള്ളത്. അതിലും ആരാണോ നല്ല നല്ല സർവീസബിളായവർ അവരുടെ ബുദ്ധിയിൽ ധാരണ ഉണ്ടാകുന്നു. സഞ്ചി നിറയും, ദാനം ചെയ്തുകൊണ്ടിരിക്കും.
അതിനാൽ പറയുന്നു, ധനം നൽകിയതുകൊണ്ട് ധനം കുറഞ്ഞു പോകില്ല. ദാനം നൽകുന്നതിലൂടെ മംഗളം വർദ്ധിക്കും എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടേതാണെങ്കിൽ അവിനാശി ധനമാണ്. ഇപ്പോൾ ധനം നൽകിയതുകൊണ്ട് ധനം കുറയില്ല. എത്ര ദാനം നൽകുന്നുവോ അത്രയും സന്തോഷമുണ്ടാകും. കേൾക്കുന്ന സമയത്ത് ചിലരൊക്കെയാണെങ്കിൽ തലയാട്ടിക്കൊണ്ടിരിക്കും. ചിലരാണെങ്കിൽ ഒന്നും മനസ്സിലാക്കാത്തവരായി ഇരിക്കുന്നു. ബാബ ഇത്രയും നല്ല നല്ല പോയിന്റ്സ് കേൾപ്പിക്കുന്നു. കേൾക്കുന്ന സമയം ഓട്ടോമാറ്റിക്കലി തലയാട്ടും. ഇവിടെ കുട്ടികൾ വരുന്നത് തന്നെ നേരിട്ട് ബാബയിൽ നിന്നും റിഫ്രഷ് ആകാനാണ്. ബാബ എങ്ങനെ ഇരുന്ന് യുക്തിയോടെ പോയിന്റ്സ് കേൾപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, ഭാരതത്തിൽ ദേവീദേവന്മാരുടെ രാജ്യമുണ്ടായിരുന്നു. ഭാരതത്തെ സ്വർഗം എന്ന് പറയുന്നു. ഇപ്പോൾ നരകമാണ്. നരകം മാറി സ്വർഗമുണ്ടാകും. ബാക്കി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിനാശമുണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് സ്വർഗം ഇന്നലത്തെ കാര്യം പോലെയാണ്. ഇന്നലെ രാജ്യം ഭരിച്ചിരുന്നു. മറ്റാർക്കും ഇങ്ങനെ പറയാൻ സാധിക്കില്ല. ക്രൈസ്റ്റിന് ഇത്ര വർഷം മുമ്പ് പാരഡൈസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ദ്വാപുരം മുതൽ എല്ലാ ധർമ്മങ്ങളും വരുന്നു. വളരെ സഹജമായ കാര്യമാണ്. എന്നാൽ മനസ്സിലാക്കാൻ കഴിയും വിധം മനുഷ്യരുടെ ബുദ്ധി ഈ ഭാഗത്തല്ല. പതീത പാവന വരൂ എന്ന് വിളിക്കുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായും വന്ന് പതീതത്തിൽ നിന്നും പാവനമാക്കുമല്ലോ. ഇവിടെയാണെങ്കിൽ പാവനമായ ആരും ഉണ്ടാവുക സാധ്യമല്ല. സത്യയുഗത്തെ വൈസ്ലെസ് വേൾഡ് എന്ന് പറയുന്നു. ഇപ്പോഴാണെങ്കിൽ വിഷ്യസ് വേൾഡാണ്. മുഖ്യ കാര്യം തന്നെ പവിത്രതയുടേതാണ്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് എത്ര പ്രയത്നിക്കേണ്ടി വരുന്നു. നിങ്ങൾക്കറിയാം, ഇന്നത്തെ ദിവസം വരെ എന്തെല്ലാം പാസ്റ്റായോ അത് ഡ്രാമ അനുസരിച്ച് എന്ന് തന്നെ പറയും. ഇതിൽ നമുക്ക് ആരുടെയും ഗുണമോ ദോഷമോ പറയാനാകില്ല. എന്തെല്ലാം സംഭവിക്കുന്നു ഡ്രാമയിൽ അടങ്ങിയതാണ്. ബാബ ഭാവിയിലേക്ക് വേണ്ടി മനസ്സിലാക്കിക്കുന്നു. സർവീസിൽ ഇങ്ങനെയെല്ലാമുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കൂ, ഇല്ലെങ്കിൽ ഡിസ്സർവീസ് ആയി പോകുന്നു. ബാബ തന്നെ പറഞ്ഞു തരുമല്ലോ, നിങ്ങൾ പരസ്പരം ഉപ്പുവെള്ളമായിരിക്കുന്നു. നമ്മൾ ഉപ്പുവെള്ളമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പരസ്പരം ഒത്തുചേരുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ പൂർണ്ണമായും പിണങ്ങിപ്പോകുന്നു. ശിവ് ബാബയെ മറന്നു പോകുന്നു. അതിനാൽ മനസ്സിലാക്കിച്ചു തരുന്നു, എല്ലായ്പ്പോഴും ശിവ ബാബയെ ഓർമ്മിക്കൂ. ബാബ കുട്ടികൾക്ക് ജാഗ്രത നൽകുന്നു. ഇങ്ങനെയെല്ലാമുള്ള കാര്യം ചെയ്യുന്നതിലൂടെ ദുർഗതി ഉണ്ടാകുന്നു. എന്നാൽ ഭാഗ്യത്തിലില്ലെങ്കിൽ മനസ്സിലാക്കുന്നതേയില്ല. ആരിൽ നിന്നാണോ സമ്പത്ത് ലഭിക്കുന്നത് ആ ശിവ് ബാബയോടും പിണങ്ങുന്നു, ബ്രാഹ്മണിയോടും പിണങ്ങുന്നു, ഈ ഒന്നിനോടും പിണങ്ങുന്നു. പിന്നെ ഒരിക്കലും ക്ലാസ്സിൽ വരുന്നില്ല. ശിവബാബയുമായാണെങ്കിൽ ഒരിക്കലും പിണങ്ങാൻ പാടില്ലാത്തതാണല്ലോ. ആ ഒന്നിൻ്റെ മുരളി പഠിക്കേണ്ടതുണ്ട്. ആ ഒന്നിനെ ഓർമ്മിക്കുകയും വേണം. ബാബ പറയുന്നല്ലോ, കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ സദ്ഗതി ഉണ്ടാകും. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ ദേഹധാരികളുമായി പിണങ്ങുന്നു. സമ്പത്ത് മുത്തച്ഛനിൽ നിന്നും ലഭിക്കും. ബാബയുടേതാകണം. അപ്പോഴാണ് മുത്തച്ഛൻ്റെ സമ്പത്ത് ലഭിക്കുന്നത്. ബാബയുമായുള്ള ബന്ധമെ വേർപെടുത്തിയെങ്കിൽ സമ്പത്ത് എങ്ങനെ ലഭിക്കും? ബ്രാഹ്മണ കുലത്തിൽ നിന്നും മാറി ശൂദ്രകുലത്തിലേക്ക് പോയെങ്കിൽ സമ്പത്ത് നിലച്ചു. അഡോപ്ഷൻ റദ്ദായിപ്പോയി. എന്നിട്ടും മനസ്സിലാക്കുന്നില്ല. തീർച്ചയായും ഭാരതത്തിൽ തന്നെയാണ് ജന്മമെടുക്കുന്നത്. മായ അങ്ങനെയുള്ളതാണ്. പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്തവരാക്കുന്നു. ബാബയെ എത്ര സ്നേഹത്തോടെ ഓർമ്മിക്കേണ്ടതാണ്, പക്ഷേ ഓർമ്മിക്കുന്നതേയില്ല. ശിവബാബയുടെ കുട്ടിയാണ്. ആ ശിവബാബ നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. തീർച്ചയായും ഭാരതത്തിൽ തന്നെയാണ് ജന്മമെടുക്കുന്നത്. ശിവജയന്തിയും ആഘോഷിക്കുന്നുണ്ടല്ലോ. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകും. അപ്പോൾ ആദ്യം ശിവബാബ തന്നെയാണ് വന്ന് സ്വർഗം രചിക്കുന്നത്.
നിങ്ങൾക്കറിയാം, നമുക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ തന്നെയാണ് വന്ന് സ്വർഗവാസിയാക്കുന്നത്. പുതിയ ലോകത്തിലേക്ക് വേണ്ടി രാജയോഗം പഠിപ്പിക്കുന്നു. നിങ്ങൾ പോയി പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കുന്നു. ശരി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബുദ്ധിയാകുന്ന സഞ്ചിയിൽ അവിനാശി ജ്ഞാനരത്നങ്ങൾ നിറച്ച് പിന്നെ ദാനം ചെയ്യണം. ദാനം ചെയ്യുന്നതിലൂടെ സന്തോഷം നിലനിൽക്കും. ജ്ഞാനധനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും പരസ്പരം പിണങ്ങി ഉപ്പുവെള്ളമാകരുത്. വളരെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം, മുരളി കേൾക്കണം. ഒന്നും മനസ്സിലാക്കാതെ ഇരിക്കുന്നവരാകരുത്. വരദാനം: സദാ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിപ്പിക്കുകയും ചെയ്യുന്ന മാസ്റ്റർ ശിക്ഷകനായി ഭവിക്കട്ടെ. ഞാൻ മാസ്റ്റർ ശിക്ഷകനാണ്. മാസ്റ്റർ എന്ന് പറയുന്നതിലൂടെ ബാബയുടെ ഓർമ്മ സ്വതവേ വരുന്നു. അങ്ങനെയാക്കി മാറ്റുന്നവൻ്റെ ഓർമ്മ വരുന്നതിലൂടെ സ്വയം നിമിത്തമാണ് എന്ന സ്മൃതി സ്വതവേ വരുന്നു. വിശേഷിച്ച് ഈ സ്മൃതി ഉണ്ടായിരിക്കണം: ഞാൻ പുണ്യ ആത്മാവാണ്. പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിപ്പിക്കുകയും വേണം. ഇതാണ് വിശേഷ സേവനം. പുണ്യ ആത്മാവിന് ഒരിക്കലും പാപത്തിൻ്റെ 1% സങ്കല്പം പോലും ചെയ്യാൻ സാധിക്കില്ല. മാസ്റ്റർ ശിക്ഷകൻ എന്നാൽ സദാ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിപ്പിക്കുകയും ചെയ്യുന്നവർ, ബാബയ്ക്ക് സമാനമായവർ. സ്ലോഗൻ: സംഘടനയുടെ മഹത്വത്തെ അറിയുന്നവർ സംഘടനയിൽ തന്നെ സ്വയം തൻ്റെ സേഫ്റ്റി അനുഭവിക്കുന്നു. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ സ്വരാജ്യ അധികാരിയായ ആത്മാവാണ്. മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകാശ ബിന്ദു സ്വരൂപമായ ഞാൻ ശക്തിശാലി ആത്മാവാണ്. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ എൻ്റെ ഫരിസ്ത സ്വരൂപം ധാരണ ചെയ്ത് 1 സെക്കൻഡിൽ ബാബ്ദാദയുടെ മുന്നിൽ എത്തിച്ചേരുന്നു. ബാബ്ദാദ എനിക്ക് ശക്തിശാലി ദൃഷ്ടി തന്നുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദയിൽ നിന്നും ലൈറ്റും മൈറ്റും സ്വീകരിച്ച് 1 സെക്കൻഡിൽ ഞാൻ നിരാകാരിയായി നിരാകാര ലോകത്തിൽ എത്തിച്ചേരുന്നു. സർവശക്തനായ ശിവ് ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യും. പരിധിയുള്ള എൻ്റേത് എന്ന എല്ലാ ഭാവങ്ങളും ഞാൻ ബാബയിൽ സമർപ്പിക്കുന്നു. ഞാൻ ഭാരരഹിതമായി മാറുന്നു.
മംഗളകാരിയായ ബാബയിലുള്ള നിശ്ചയം എന്നെ നിശ്ചിന്തമാക്കി മാറ്റുന്നു. ഞാൻ നിശ്ചിന്ത ചക്രവർത്തിയാണ്. പരമസദ്ഗുരുവായ ശിവ് ബാബയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇരുത്തുമ്പോൾ ഞാനും ബാബയും കമ്പൈൻഡ് സ്വരൂപമാകുന്നു. ഈ ശിവശക്തി കമ്പൈൻഡ് സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് സമസ്ത ഈശ്വരീയ ശക്തികളും വിശ്വത്തിലെ ആത്മാക്കൾക്കായി ദാനം ചെയ്യുന്നു. ढूंढ